ഹലോ ഗോയ്സ്, വെൽക്കം ടു ദ ന്യൂ വ്ലോഗ് ഓഫ് നാഗാലാൻഡ് യാത്ര. ഇപ്രാവശ്യം നമ്മുടെ യാത്ര നാഗാലാൻഡിലെ കിസാമിൽ നടക്കുന്ന ഹോൺബിൽ ഫെസ്റ്റിവലിലേക്കാണ്. ഇപ്പോൾ സമയം പുലർച്ചെ 2:18. ട്രെയിൻ ചെറുതായിട്ടൊന്ന് ഒരു 2 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് 12 മണിക്ക് ഇറങ്ങുന്ന നമ്മൾ 2:15 ട്രെയിൻ കയറുന്നു. എറണാകുളം ജില്ലയിലുള്ള ആലുവയിൽ നിന്ന് കയറി നമ്മൾ 3 ദിവസം നീണ്ട യാത്രയ്ക്ക് ശേഷം നാഗാലാൻഡ് ദിമാപൂരിലാണ് ഇറങ്ങുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബ്രെഡും പീനട്ട് ബട്ടറുമാണ്. ബ്രെഡും പീനട്ട് ബട്ടറും കഴിച്ചപ്പോഴത്തേക്ക് രാവിലത്തെ വിശപ്പിൻ്റെ പരിപാടി അങ്ങ് കഴിഞ്ഞു. വയറങ്ങ് ഒതുങ്ങി. വളരെ നീണ്ട യാത്ര ആയതുകൊണ്ട് ബോറടിക്കാൻ കാരണങ്ങൾ ഒട്ടേറെ ഉണ്ട്. ജനലിൽ കൂടെ കുറേ നേരം പുറത്തേക്ക് നോക്കിയിരുന്നു. പിന്നെ വണ്ടി നിറച്ച് സ്വാമിമാരായിരുന്നു. ശബരിമല സീസൺ ആയതുകൊണ്ട് പിന്നെ പറയാനുള്ളത് സാധാരണ വിവേക് എക്സ്പ്രസ്സിൽ ഭായിമാരുടെ, അതായത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ അയ്യാറെട്ട് കളിയാണെങ്കിലും ഈ പ്രാവശ്യം ശബരിമല സീസൺ ആയതുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരായിരുന്നു ഫുള്ള് ഓൺ പവർ. തിരക്ക്. ഒന്നാമതേ ആയിട്ട് പോയിരുന്ന ഞാനും ആൻസറിൻ്റെ സീറ്റിലോട്ട് ഈ ബായി വന്നിരുന്ന് അങ്ങ് ഫോൺ വിളി തുടങ്ങി. പിന്നെ പുള്ളി എങ്ങനെയോ പിടിച്ച് മാറ്റി കുറച്ചു നേരം കഴിഞ്ഞ് ബോറടിപ്പോടൊപ്പം വിശപ്പും കൂടെ വന്നപ്പം കയ്യിലുണ്ടായിരുന്ന വെട്ടേക്ക് അടിച്ച് ഞങ്ങൾ നിന്നു. കുറച്ചു നേരം ആൻസറിൻ്റെ വീഡിയോ എടുത്ത് ബോറടി മാറ്റാൻ ഞാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ അത് വിജയകരമായി പാളിപ്പോയി. വീണ്ടും ബോറടിച്ചപ്പോൾ ജനലിലൂടെ പുറത്തേക്ക് കുറേ നേരം നോക്കി ഇങ്ങനെ ഇരുന്നു. കയ്യടിക്കാർ ടീം വന്നപ്പോൾ കൊടുക്കാൻ പൈസ ഇല്ലാതെ ഞാനും ആൻസറും തെക്കോട്ട് നോക്കിയപ്പം മേളിൽ എൻ്റെ ഇയർപോഡിൽ നിന്ന് ഒരു രൂപ തൊട്ട് താഴെ വീണ്. ശ്രീരാജ് എടുത്ത് കൊടുത്ത്. അവന്മാർ വേറൊന്നും പറയാഞ്ഞ ഭാഗ്യം. അമ്മ ഏകദേശം 1:30 വീണ്ടും വിശന്നപ്പം കൊണ്ടുവന്ന വെട്ടേക്ക് വീണ്ടും എടുത്ത് തിന്നു. ആൻസൺ ഫോൺ വിളിച്ച് സമയം കളയുന്നു. ഞാൻ ട്രെയിനിൽ നടക്കുന്ന ഓരോ തേരാപ്പാര വീഡിയോ എടുത്ത് സമയം കളയുന്നു. സ്വന്തമായ ഒരു സീറ്റുള്ള അഹങ്കാരം. നട്ടുച്ചയ്ക്കും സ്വാമിജി കിടന്നുറങ്ങുന്നു. വിജയ് ഭായ് തറയിൽ കിടക്കുന്നു. അമ്മ ഏകദേശം 4:30 വീണ്ടും വിശക്കാൻ തുടങ്ങി. അപ്പോഴാണ് അത്യാവശ്യം വലിപ്പമുള്ള പേരൊക്കെയായിട്ടൊരു ചേച്ചി വന്നു. ഒന്നും നോക്കിയില്ല, മേടിച്ച് 2 മുളകും കൂട്ടി എന്നേക്കൊരു പിടി. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലൂടെയാണ്. എന്നിട്ടൊന്നുമല്ല, ബോറടിക്കുന്നതുകൊണ്ട് മാത്രം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഏത്തക്ക ഒരെണ്ണം എടുത്ത് കഴിച്ചു. ടിക്കറ്റ് എടുക്കാതെ വണ്ടി കയറിയ ഭായിമാരെല്ലാം കൂടെ ടോയ്ലറ്റിൻ്റെ അടുത്ത് നിന്ന് ചർച്ച നടത്തും. അങ്ങനെ സമയം രാത്രിയായി. ഓപ്പോസിറ്റ് ഭായിമാർക്കൊന്നും ഷോപ്പിങ്ങിന് പോകേണ്ട ആവശ്യമില്ല. അവർക്ക് ആവശ്യമുള്ള സാധനം മൊത്തം ട്രെയിനിൽ കൊണ്ടുവരും. അതിലിപ്പോൾ അടിയുള്ള ഷഡ്ഡി മുതൽ ചെവി വെക്കാൻ എയർപോർട്ടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വരെ കിട്ടും. അങ്ങനെ രാത്രി 11 മണിക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ രാജമന്ത്രി. ഉച്ചിനി മാടത്തപ്പെട്ടി എന്ന ഹിറ്റ് തെലുങ്ക് ഗാനത്തിൽ പരാമർശിക്കുന്ന ആ സ്ഥലം ഇതാണ്. രാജമന്ത്രി. നമ്മളങ്ങനെ രാജമന്ത്രി സ്റ്റേഷനിൽ ഒരു പിസയും കഴിച്ച് നമ്മളങ്ങനെ പോവാണ്. സമയം ഇപ്പോൾ ഏകദേശം 11 മണിയായി.